അതിനിടയിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു. LDF-ന്റെ സീറ്റുകൾ 34 കുറയുന്നു. 34. കേരള നിയമസഭയിൽ 34 സീറ്റുകൾ മാത്രം മതി. വളരെ കുറച്ച് സീറ്റുകൾ കുറച്ചാണ്. CPIM-നെ സംബന്ധിച്ച് 104 ഉയർന്നിരിക്കുന്നു. UDF 100+ എന്ന് പറഞ്ഞ പ്രവചനം ശരിയാകുന്നു. മണ്ഡലങ്ങളിൽ 104 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു 1.5 വിജയമല്ല, 2 വിജയം. ആഞ്ഞടിച്ചു. ഭരണവിരുദ്ധ കൊടുങ്കാറ്റാഞ്ഞടിച്ചെന്നോ വേണമെങ്കിൽ പറയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ നിലയിൽ UDF-നെ സംബന്ധിച്ച് വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവർ പോലും, അവരുടെ നേതാക്കൾ പോലും VD സതീശൻ 100 സീറ്റിലധികം നേടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്രയധികം ഒരു സീറ്റ് മറ്റു നേതാക്കൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. കേരള ജനത ആ നിലയിലുള്ള വലിയ വിജയമാണ്, വലിയൊരു സമ്മാനമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ് ഇപ്പോൾ UDF-നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന 5 വർഷക്കാലം കേരള ജനതയുടെ പ്രതീക്ഷയ്ക്കൊത്ത് UDF ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കരുതാം. ഏതായാലും അതിനിടയ്ക്ക് ദിലീപേട്ട തലശ്ശേരിയിൽ കാരായി രാജന്റെ വിജയം ഡിക്ലെയർ ചെയ്യുന്നു. 20,523 വോട്ടിനാണ് തലശ്ശേരിയിൽ കാരായി രാജൻ വിജയിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ ആദ്യ വനിതാ MLA ആകുന്നു. അതെ, അങ്ങനെ വരട്ടെ. ആദ്യ വനിത ചരിത്രം കുറിക്കുകയാണ്. മുസ്ലിം ലീഗിന് കേരള നിയമസഭയിൽ ഒരു വനിത അംഗമായി ഉണ്ടായിരുന്നില്ല. അതൊരു ചരിത്രമാണ്. നേരത്തെ ഈ നൂർബിന റഷീദിനെയും ഖമറുന്നീസ അൻവറിനെയും ഒക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒന്നിലധികം. അതെ, പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാദ്യമായി മുസ്ലിം ലീഗിന്റെ വനിതാ MLA എന്ന നിലയിലേക്ക് കൂടി ഫാത്തിമ തഹ്ലിയ വരികയാണ്. പരാജയപ്പെടുത്തിയത്, അട്ടിമറിച്ചത് യുവ നേതാവായ ഫാത്തിമ തഹ്ലിയ അട്ടിമറിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയുടെ കരുത്തനായ നേതാവ്, CPIM-ന്റെ നേതാവായ ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണനെയാണ്. 1000 അർത്ഥങ്ങൾ കൽപ്പിക്കുന്ന LDF കൺവീനർ തോറ്റു തുന്നം പാടി മടങ്ങുന്നു. അതെ, ഫാത്തിമ തഹ്ലിയയ്ക്ക് മുന്നിൽ തോറ്റു തുന്നം പാടി LDF-ന്റെ കൺവീനർ, LDF-ന്റെ അമരക്കാരനായ TP രാമകൃഷ്ണനെ അട്ടിമറിച്ചുകൊണ്ടാണ് പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ കേരള നിയമസഭയിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.